ഹായ്, എൻ്റെ പേര് ആതിര. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് AI ഉപയോഗിച്ചുകൊണ്ട് വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഒരു സിനിമാറ്റിക് വീഡിയോ നിർമ്മിക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ വീഡിയോ ഉപയോഗിച്ച് ഞാൻ നിർമ്മിച്ച ഒന്നാണ്. ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അറിയില്ലെങ്കിൽ പോലും ഏതൊരു സാധാരണക്കാരനും പോലും മൊബൈൽ ഫോൺ ഉപയോഗിച്ച് മാത്രം എങ്ങനെ ഒരു AI വീഡിയോ ജനറേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. മലയാളം മാത്രം ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലുള്ള വീഡിയോ നിർമ്മിക്കാനായി പോകുന്നത്. ഇതിനായി നമുക്ക് രണ്ട് ആപ്ലിക്കേഷനുകൾ ആവശ്യമാണ്. ഒന്ന് ഗൂഗിൾ ജെമിനിയും പിന്നെ വേണ്ടത് ChatGPTയുമാണ്. രണ്ട് ആപ്ലിക്കേഷനുകളും അപ്ഡേറ്റ് ചെയ്ത് ഏറ്റവും പുതിയ വെർഷൻ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ തയ്യാറാക്കാനായിട്ട് ആദ്യം വേണ്ടത് നമുക്ക് ChatGPT ഓപ്പൺ ചെയ്യുകയാണ്. ChatGPT ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ ഒരു സ്ക്രീൻ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഏറ്റവും മുകളിൽ ഇടതുവശത്തായിട്ട് രണ്ട് ലൈന് കാണപ്പെടും. അപ്പോൾ താഴെ എക്സ്പ്ലോർ GPT കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഏറ്റവും മുകളിലായിട്ട് സെർച്ച് ടാഗ് കാണും. അതിൽ നമ്മൾ VEO3 എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ താഴിലേക്ക് നോട്ട് ലൈൻഡ് കാണാൻ പറ്റും. അതിൽ VEO3 എക്സിറ്റ് ടെസ്റ്റ് 2 വീഡിയോ എന്ന വീഡിയോയിൽ മാത്രം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അത് രണ്ടാമത്തെ സെഷനിലാണ് അത് കാണുന്നത്. അപ്പോൾ അതിൽ ടൈപ്പ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മലയാളം കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ അതിന് സെലക്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെ അവിടെ ഒരു സ്ക്രീൻ നമുക്ക് കാണപ്പെടും. താഴെ ടാപ്പ് ചാറ്റ് എന്ന് കാണും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ ടൈപ്പ് ചെയ്യാനുള്ള ടൈപ്പ് ബാറിൽ എന്നവിടെ കാണും. അവിടെ എന്ത് വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം ഗൂഗിളിൽ കീബോർഡ് ഉണ്ടെങ്കിൽ മലയാളത്തിൽ സംസാരിച്ചാൽ മാത്രം മതി, ടൈപ്പ് ചെയ്ത് വരും. ഞാൻ എന്തായാലും ഇവിടെ വോയിസ് ചെയ്യുന്നില്ല, ടൈപ്പ് ചെയ്യാനാണ് പോകുന്നത്. സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ട് വോയിസിൻ്റെ ഇത് കിട്ടത്തില്ല. അപ്പോൾ ഞാനിവിടെ തന്നെ റെക്കോർഡ് ആക്കിയതിന് ശേഷം മാത്രമാണ് ടൈപ്പ് ചെയ്യാണ്. ടൈപ്പ് ചെയ്താൽ മാത്രമേ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് വീഡിയോയിലേക്ക് കാണിച്ചു തരാം. അവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ മലയാളത്തിലൊരു വീഡിയോയുടെ ഒരു ഭാവന ഞാനിവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ എത്രത്തോളം ഡീറ്റെയിൽസ് ആയിട്ട് കൊടുക്കുന്നോ അത്രത്തോളം വീഡിയോ അവിടെ കണ്ടീഷനാവും. ഞാനവിടെ കൊടുത്തത് മീഡിയ ക്ലോസപ്പ് ആപ്പിൾ ക്യാമറ എങ്ങനെയാണ് വരേണ്ടത് എന്നുള്ള ഒരു സൂചനയാണ്. അപ്പോൾ മനോഹരമായൊരു പൂന്തോട്ടത്തിലൂടെ ഏകദേശം 25 വയസ്സ് പ്രായം തോന്നിക്കുന്ന മലയാളിയായ കേരളീയ വസ്ത്രം ധരിച്ച സുന്ദരിയായ ഒരു യുവതി കയ്യിലൊരു റോസാപ്പൂവും പിടിച്ച് നടന്നു വരുന്ന വീഡിയോ ആണ് വേണ്ടത്. ഒരു ഫുൾ സ്റ്റോപ്പ് അവിടെ കൊടുക്കാം. ശേഷം യുവതി ക്യാമറയിൽ നോക്കിക്കൊണ്ട് മലയാളത്തിൽ പറയുന്നു. ഡയലോഗ് പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ 2 ഡോട്ടും അവിടെ കൊടുക്കുക. ശേഷം നമ്മൾ ഡയലോഗിൽ തന്നെ അവിടെ ടൈപ്പ് ചെയ്യുക. മലയാളത്തിൽ ഡയലോഗ് കിട്ടാനായിട്ട് അവർ സംസാരിക്കുന്നതിന് മുമ്പായിട്ട് മലയാളത്തിൽ പറയുന്നു എന്ന് പ്രത്യേകം നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പം ഡയലോഗ് ഇതാണ്: ഈ പൂന്തോട്ടം കാണാൻ നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ സീൻ അവിടെ തീർന്നു. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അതിന് ശേഷമായിട്ടും ഇങ്ങനെ ഒരു ടെക്സ്റ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. വിഷ്വൽസ് സിനിമാറ്റിക്കുകളും റിയലിറ്റിക്സും ആയിരിക്കണം. അങ്ങനെ കൊടുത്തില്ലെങ്കിൽ കാർട്ടൂൺ പോലത്തെ ചില വീഡിയോസ് വരും. പിന്നെ പ്രോംപ്റ്റ് കോപ്പി കോഡ് സഹിതം വരിക അല്ലെങ്കിൽ തരിക എന്നും കൂടെ ആഡ് ചെയ്യാം. കോപ്പി ചെയ്യാനായിട്ടുള്ള കോഡ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കോപ്പി ചെയ്തെടുക്കാനുള്ള പറ്റും. അപ്പോൾ അവിടെ സെൻഡ് ചെയ്ത് കൊടുക്കുക. സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഹോം പേജിൽ തയ്യാറാക്കുന്നത് കാണാൻ പറ്റും. നമ്മുടെ കോപ്പി കോഡ് ഇതിൽ വന്നിട്ടില്ല, നമുക്ക് താഴെയായിട്ട് ഒന്നുകൂടെ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. കോപ്പി കോഡ് സൈലന്റ് തരിക എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ അവിടെ കോപ്പി കോഡ് ഉൾപ്പെടെ തരിക എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഈ ചാറ്റിലോട്ട് തന്നെ സെൻഡ് ചെയ്യുക.
നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണും, ഏറ്റവും മുകളിലായിട്ട് കോപ്പി കോഡ് കാണാം. നേരത്തെ വന്നിട്ടില്ല, അപ്പോൾ ഇപ്പോൾ കാണിച്ചതിൽ എന്തായാലും വന്നിട്ടുണ്ട് കോപ്പി കോഡ് കൊടുക്കുമ്പോൾ. നമുക്ക് ഈ കോപ്പി കോഡ് എന്നുള്ള ഭാഗത്ത് തന്നെ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് ജെമിനി ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ജെമിനി ഓപ്പൺ ചെയ്യാം. ജെമിനി ഓപ്പൺ ചെയ്യുമ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്ന ഐക്കൺ അവിടെ കാണാൻ പറ്റും. ആദ്യം അതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ കൊടുക്കുന്ന വീഡിയോ ആക്കി തരുന്നത് അത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ്. എന്നിട്ട് നമ്മൾ അവിടെ കോപ്പി ചെയ്ത് വന്ന് ഇതിനെ അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് സെക്കൻഡ് എന്ന് കാണിക്കുന്നുണ്ട്. കുറച്ച് ടൈം എടുക്കും, 2-3 മിനിറ്റ് 4 മിനിറ്റ് ഒക്കെ എടുക്കും. ചിലപ്പോൾ അത് പെട്ടെന്ന് വരും. അവിടെ നോക്കി കാണാൻ പറ്റും. അവിടെ ഒരു റൈറ്റിംഗ് മീഡിയ ഒന്ന് മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ലോഡ് ആവുന്നുണ്ട്. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കാണാൻ പറ്റും വീഡിയോയുടെ ഭാഗം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് വീഡിയോ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഇത് എന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഡൗൺലോഡിംഗ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ നമ്മുടെ ഗാലറിയിലേക്ക് ഡൗൺലോഡ് ആവുന്നതാണ്. ഇപ്പോൾ നമ്മൾ കണ്ടത് VE3 ഉപയോഗിച്ച് ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കുന്ന വീഡിയോ ആണ്. ഇതിന് അഡ്വാൻസ് ആയിട്ട് അടുത്ത വീഡിയോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഈ വീഡിയോയിൽ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. തീർച്ചയായിട്ടും അതിന് ഞാൻ മറുപടി തരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക.